ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടി നോക്കട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പം ചക്കക്കൂട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പകുതി ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചക്കനെ ഒന്നും കൂടി പകുതിയാക്കിയിട്ട് ഉമ്മയും ഞാനും കൂടി ഇരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് ഇത് കട്ട് ചെയ്ത് തരുന്നത്. കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ എല്ലാവർക്കും കുറേശ്ശെ മതി കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രം ചക്ക എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അതിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇതാ ഇരിഞ്ഞിടുന്ന കൂട്ടത്തിൽ ഇതാ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷുവാണിത് കൂടുതലായിട്ട് പച്ചച്ചക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഓരോ കഥയും പറഞ്ഞാട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ. പുറത്തുനിന്നാണ് നമ്മൾ ചക്ക ഇരിയുന്നതും വെട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നത്. പുറത്തുനിന്ന് തന്നെ അങ്ങോട്ട് റെഡിയാക്കിയാൽ പിന്നെ അകത്ത് വെറുതെ എന്താ പറയുക ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ ഇരിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഈ അരിഞ്ഞെടുക്കുമ്പോഴും ഇഷ്യൂ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചക്ക മുഴുവനായിട്ട് അരിഞ്ഞ് അങ്ങനെ റെഡിയാക്കുന്നുണ്ട്. അരിഞ്ഞിട്ട് മുഴുവൻ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ബാക്കി ഇതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചുവണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുരു ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ കുടുക്കയിലാണ് നമ്മൾ ചക്ക കൂട്ടാൻ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുക്ക നല്ല പോലെ കേകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കല്ലുപ്പും ചേർക്കുന്നുണ്ട്. കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളങ്ങോട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോഴേക്കും അമ്മ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ വേവുണ്ടോയെന്നൊക്കെ നോക്കാൻ പറഞ്ഞപ്പം ഞാൻ ജസ്റ്റ് നോക്കി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ചോറും കൂടി ഒന്ന് ഊറ്റിയെടുക്കുക. ഇത് രാത്രിക്കുള്ള ഫുഡാണ്. വിഷു ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ആദ്യത്തെ അയൽവാസിൻ്റെ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ഇറക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ചക്ക വെച്ചിട്ടുണ്ടായിരുന്നത് അടുപ്പത്തേക്ക്. അതുകൊണ്ട് തന്നെ ചക്ക നല്ലപോലെ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ ഇതാ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്ക നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും ചക്കയും കഴിക്കാനാണ് ആദ്യം തന്നെ വിചാരിച്ചിട്ടുള്ളത്. ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ചക്ക ഇതാ വേറെ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഉമ്മ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ രാത്രിയേക്കുള്ള ഫുഡിനാണ് കേട്ടോ. രാത്രി ആർക്കും സത്യം പറഞ്ഞാൽ ചക്ക തിന്നതിന് ശേഷം ഫുഡിൻ്റെ ഒരു ആവശ്യം തന്നെ വരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചേ. പിന്നെ ഇതാ രാത്രി കിടക്കാൻ നേരത്ത് വിഷു ആയതുകൊണ്ട് തന്നെ നല്ലപോലെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കണ്ടു കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരിയും ചിക്കൻ തേങ്ങരച്ച് പാർന്ന കറി ഉണ്ടല്ലോ, അതും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ എന്താ നമ്മളെ വീട്ടിലേക്ക് പോരുകയാണ്. ഇങ്ങോട്ട് പോന്നപ്പോൾ എനിക്ക് എന്താ പറയുക, കുറേ ദിവസം നിന്നിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര സങ്കടം തോന്നുക കേട്ടോ. എത്തിയപ്പോൾ എനിക്ക് തോന്നി അങ്ങോട്ട് തന്നെ പോയാലോ, ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ തോന്നിയിട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? എനിക്കും അങ്ങനെയൊക്കെ ഫീലൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കണം, അവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കണം. അങ്ങനെ ഒരു അക്കരപ്പച്ചൻ്റെ അങ്ങനത്തെ ഒരു സങ്കടം കേട്ടോ. അങ്ങനെ ഇതാ സങ്കടങ്ങളോട് കൂടിയിട്ട് വീട്ടിലെത്തിയപ്പം നല്ലപോലെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നേ. ഞാൻ ഈ ഒരു സങ്കടം കൊണ്ടാണ് കേട്ടോ പെട്ടിങ് ഇടയ്ക്കൊക്കെ ഏറ്റിട്ട് പെട്ടെന്ന് പോരേണ്ടി വന്നെന്നുള്ള തമ്മിലും കൊടുത്തത് കേട്ടോ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ഞാൻ ആദ്യം തന്നെ സിറ്റൗട്ട് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റൗട്ട് തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മുറ്റം ഒന്ന് അടിച്ചാരി എടുക്കണം. കാരണം അത്യാവശ്യം നല്ല പോലെ പൊടിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഞാനാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് നേരെ അടിച്ചാരി എടുത്തിട്ടോ. മൂക്കൊക്കെ പൊത്തിയിട്ടാണ് കേട്ടോ അടിച്ചാരി എടുക്കുന്നത്. നല്ല പൊടിയുണ്ട്. അങ്ങനെ ഞാൻ അടിച്ചാരി കൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ അകത്തേക്ക് വന്നിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ബ്ലാങ്കറ്റ് മാത്രം ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. കാരണം ബെഡ്ഷീറ്റ് വേറെ എടുക്കണം. അതിപ്പോൾ ഇപ്പോൾ എടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ആരെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ആ ബ്ലാങ്കറ്റ് ഒന്ന് വിരിച്ചിടുന്നുണ്ട് ബെഡിൽ. ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ. കാരണം ഞാൻ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത്രയും ദിവസം കൂടുതലായിട്ട് നിന്നിട്ടുള്ളത് കേട്ടോ. അത് മദ്രസ ലീവ് ആയതുകൊണ്ട് മാത്രമാണ്. അത്രയും ദിവസം നിന്നതിനോണ്ടുള്ള ഒരു സങ്കടവും എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കും കേട്ടോ.
അപ്പോൾ ഞാനിതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അകം മൊത്തം ഒന്ന് തുടച്ചിടുന്നത് കേട്ടോ. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പണികൾക്കിടയിൽ തന്നെയാണ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. അതെന്നാൽ പിന്നെ ഈ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ചോറ് അങ്ങോട്ട് റെഡിയാവും. പിന്നെ മക്കൾക്ക് വിശക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ചോറ് കഞ്ഞിയാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കിച്ചണ് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം വെച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡും അതുപോലെ കറണ്ടടുപ്പും അങ്ങനത്തെ റേക്കിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അവിടെ നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കൗണ്ടർ ടോപ്പും അതിൻ്റെ മുകളിലുള്ള ആ ഒരു ചുമരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അതിനിടയിൽ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ വേഗം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു സെറാമിക്കിൻ്റെ ഒരു കുപ്പി. ഇതിൽ ഉമ്മ കല്ലുപ്പായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മൂടി പൊട്ടിയപ്പോൾ ഉമ്മ ഒഴിവാക്കാൻ വേണ്ടി വെച്ച, അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതിൽ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മണി പ്ലാന്റ് ആദ്യത്തെ ആ ഒരു സെറാമിക്കിൻ്റെ ആ ഒരു കുപ്പിയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ കാണാനും നല്ല മൊഞ്ചുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അത് ആ കുപ്പിയിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒരു എന്താ പറയുക, കൂട്ടത്തോടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേത് ഞാൻ വേറൊരു കുപ്പീൻ്റെ ആയിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പഴയതിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ സെറ്റാക്കിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അലക്കിയ ഡ്രസ്സ് ഉണക്കിയിട്ടുണ്ടായിരുന്നു. വേഗം വെയിലത്തേക്ക് എടുത്തിട്ടുണ്ടോ. ഇനി അത് അവിടെ കിടന്നിട്ട് ഉണങ്ങിക്കോട്ടെ. അപ്പോഴേക്കും നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ റൈസ് കുക്കറിൽ നിന്ന് നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം വാർത്ത് കുത്തിയെടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ചോറും ആയിട്ടുണ്ട്. ഇനി മീൻ കറി ഉണ്ടാക്കാനുള്ള മീനിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ ഈ ഒരു ചെറിയുള്ളിയാണ് കൂടുതൽ മീൻ കറിയിലേക്ക് എടുക്കാറുള്ളത് കേട്ടോ. അതും പിന്നെ തക്കാളിയും പിന്നെ കറിവേപ്പിലും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പുളി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. എന്താ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നാൽ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 അയില ഉണ്ടായിരുന്നു, ആ അയില കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ പൊരിക്കാനുള്ളത് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ കറി റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മീൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ ആയി ചേർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.